ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു വന്നതുപോലെ തന്നെ, നമ്മൾ കേട്ട് വന്നതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഇന്നും നമ്മൾ കേൾക്കുവാനായി പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് നിങ്ങളെ തൊടുവാനും കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാനും നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നിൽക്കുവാനും അതിലുപരിയായി കർത്താവ് പറഞ്ഞ കൽപ്പനകൾ പ്രമാണിച്ച് ജീവിക്കുവാനും നിങ്ങൾ പഠിക്കുക. അതേപോലെ കർത്താവിൽ നിന്ന് പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുക. കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്നാനത്തെക്കുറിച്ച് കുറച്ചധികം കേട്ടു. പരിശുദ്ധാത്മ സ്നാനം എന്താണെന്നും ആ സ്നാനത്തിൻ്റെ പ്രവൃത്തികൾ എന്താണെന്നൊക്കെ നമ്മൾ കേട്ടു. ആത്മാവിനാൽ നമ്മൾ ജനിക്കാതെ ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കുവാൻ കഴിയില്ലെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ആത്മാവിനാലുള്ള ജനനമാണ് പരിശുദ്ധാത്മ സ്നാനമെന്ന് നമുക്ക് മനസ്സിലായി. ഹല്ലേലൂയ. പരിശുദ്ധാത്മ സ്നാനം എങ്ങനെ പ്രാപിക്കാം? പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടത് തന്നെ കുറച്ച് ഭാഗങ്ങൾ അതിൽ നിന്ന് സംസാരിച്ചതിന് ശേഷം ബാക്കി സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 37-39 വാക്യങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തിയുടെ അകത്ത് 2-ാം അധ്യായത്തിനകത്ത് മാളിക മുകളിൽ നിന്ന് പ്രാർത്ഥിച്ചവരുടെ മധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവരെ സ്നാനം ചെയ്തു. അവരെ സ്നാനം ചെയ്തതിന് ശേഷം അവർ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് തന്നെ ആ ദേശത്തിലുള്ള അതിനകത്ത് ഉത്സവത്തിന് വന്ന ഒരുവിധം എല്ലാ ദേശത്തു നിന്നുള്ള വ്യക്തികളും കടന്നു വന്ന് അവരിൽ പലരുടെയും ഹൃദയത്തിനകത്ത് കുത്തുകൊണ്ടു. അതായത് മാനസാന്തരപ്പെട്ടിട്ട് അവർ പത്രോസ് അപ്പോസ്തലനോട് ചോദിക്കുകയാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടുവെന്ന് ചോദിച്ചു. പത്രോസ് അപ്പോസ്തലൻ്റെ പ്രസംഗം കേട്ട സമയത്ത് അവരുടെ ഉള്ളിൽ ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവർ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി, അല്ലെങ്കിൽ ഇനി അടുത്ത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുവാൻ, അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുവാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മാനസാന്തരം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു. അതേപോലെ 2-ാമത്തതാണ് പരിശുദ്ധാത്മ സ്നാനത്തിന് വേണ്ടിയുള്ള കൊതി. ഹല്ലേലൂയ. അതേപോലെ 2-ാമത് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, മാനസാന്തരപ്പെട്ട വ്യക്തി എന്ത് ചെയ്യണം? സ്നാനമെടുക്കണം. 1 മാനസാന്തരപ്പെടണം, 2 സ്നാനമെടുക്കണം, 3-ാമത് പരിശുദ്ധാത്മ സ്നാനത്തിലേക്ക് നടക്കണം. ഹല്ലേലൂയ. നമ്മളൊരു വ്യക്തി മാനസാന്തരപ്പെട്ടാൽ സ്നാനമെടുക്കണം. ആ സ്നാനം വെള്ളത്താലുള്ളതാണ്. വെള്ളത്താൽ ഉള്ള സ്നാനമെടുത്ത് അവൻ വിശുദ്ധ ജീവിതം നയിച്ച് അവനെ നിർത്തിയിരിക്കുന്ന സഭയുടെ അകത്ത് നിന്ന് അവൻ വേരൂന്നി കർത്താവ് പറഞ്ഞ പ്രകാരം വളർന്നു വരുമ്പോൾ, വചനം പഠിച്ച് വചനപ്രകാരം ജീവിച്ചു വരുമ്പോൾ അവനെ കർത്താവിൻ്റെ ആത്മാവ് നിറച്ചു തുടങ്ങും. ഹല്ലേലൂയ. അവൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങും. ആ വ്യക്തിയുമായി പരിശുദ്ധാത്മാവിൻ്റെ ഒരു ബന്ധമുണ്ടാകും. കാരണം വെള്ളത്താൽ സ്നാനമെടുക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, മരിച്ച് അടക്കപ്പെട്ടതാണ് വെള്ളത്താലുള്ള സ്നാനം. മരിച്ച് അടക്കപ്പെട്ട വ്യക്തി ഇവിടെ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുകയാണ്. ഈ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരാത്മാവ് നമ്മളോട് കൂടെ കൂടിയേ പറ്റൂ. നമ്മുടെ ജഡീക സ്വഭാവങ്ങളെ കൊന്നുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ മനുഷ്യനായിരിക്കുന്ന നമ്മൾ ക്രിസ്തുവിന് അനുരൂപരായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവെന്ന ആത്മാവ് നമ്മളോട് കൂടെ കൂടിയേ പറ്റൂ. ഹല്ലേലൂയ. കാരണം നമ്മൾ കഴിഞ്ഞ നാളിൽ ജഡമായിരുന്നു, ജഡത്തെ ചിന്തിച്ചു, ജഡപ്രകാരം നടന്നു, ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾക്കും മോഹങ്ങൾക്കും അടിമയായിരുന്നു. അങ്ങനെ ജീവിച്ച നമ്മൾ ഒരു കൂട്ടായ്മയുടെ മധ്യത്തിൽ, അല്ലെങ്കിൽ തിരുവചനത്തിൻ്റെ ശബ്ദത്തിൻ്റെ മുന്നേ പത്രോസ് അപ്പോസ്തലൻ സംസാരിച്ചതുപോലെ ആരോ സംസാരിക്കുന്നത് കേട്ടോ, വചനത്തിലൂടെയോ അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ടോ എന്തിലൂടെയോ ഒരു കുത്തുകൊണ്ടിട്ട് ഇനി ജീവിക്കുന്നത് യേശുവിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി യേശുവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ മരിച്ചു അടക്കപ്പെട്ടു. അതിന് ശേഷം നിങ്ങൾ ആ മരണം, അതായത് നിങ്ങൾ മാനസാന്തരപ്പെടുമ്പോൾ ഈ ലോകവുമായുള്ള കാര്യത്തിൽ മരിച്ചു. ആ മരണം ക്ലിയർ ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ സ്നാനമെടുത്തു. ആ സ്നാനമെടുത്ത വ്യക്തി കരയിൽ കയറുമ്പോൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് ഇതിനകത്തിരിക്കുന്ന എല്ലാവരുടെ മേലും വന്നിട്ടുണ്ട്. ഇതിനകത്ത് സ്നാനമെടുത്ത എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് വന്ന വ്യക്തി എന്ത് ചെയ്യണം? ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ യേശുവിനെ ആരാധിച്ചു തുടങ്ങണം. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ ലഭിച്ച, പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന വ്യക്തികളുടെ ആരാധന ലെവല് മാറും, പ്രാർത്ഥന ലെവല് മാറും, ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ ലെവല് മാറും, സഭയുമായുള്ളൊരു ബന്ധത്തിൻ്റെ ലെവല് മാറും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവുമായുള്ളൊരു ബന്ധം വരുന്ന സമയത്ത് തന്നെ, പരിശുദ്ധാത്മാവുമായുള്ളൊരു ബന്ധം വരുന്ന സമയത്ത് തന്നെ പരിശുദ്ധാത്മ സ്നാനത്തിന് വേണ്ടിയും കൊതിക്കണം.
പരിശുദ്ധാത്മാ സ്നാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉച്ചം തല മുതൽ ഉള്ളംകാല് വരെ ദൈവസാന്നിധ്യത്താൽ വെള്ളത്താൽ എങ്ങനെ നിങ്ങൾ മുങ്ങി എഴുന്നേറ്റോ അതേപോലെ ആത്മാവിനാൽ നിറയുന്നതാണ് പരിശുദ്ധാത്മാ സ്നാനം. ഈ പരിശുദ്ധാത്മാ സ്നാനം ലഭിക്കുന്ന വ്യക്തികൾക്ക് ചെറിയ ചലനങ്ങൾ കിട്ടും. അതേപോലെ അന്യഭാഷ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഭാഷ അവൻ്റെ നാവിൽ വരും. ഹല്ലേലൂയ. അന്യഭാഷ ലഭിച്ച ഒരുവൻ്റെ മേൽ അന്യഭാഷ ലഭിക്കുന്നത് പരിശുദ്ധാത്മാ സ്നാനം ലഭിക്കുമ്പോഴാണ്. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. ആ യേശുവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചു. പരിശുദ്ധാത്മാവ് ഉള്ളവന് മാത്രമേ യേശു സ്വന്തം രക്ഷിതാവും കർത്താവുമെന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ മാറ്റിവെച്ച നിങ്ങൾ അന്യഭാഷ അടയാളത്തോടൊപ്പം അടുത്ത നാളുകളിൽ, അടുത്ത ദിവസങ്ങളിൽ, അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ, അടുത്ത വർഷങ്ങളിൽ കർത്താവുമായി ചേർന്ന് വരുമ്പോൾ നിങ്ങളുടെ നാവിൽ വരുന്ന പുതിയൊരു ഭാഷയോടെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നതാണ് യഥാർത്ഥ പരിശുദ്ധാത്മ സ്നാനം. ഹല്ലേലൂയ. അന്യഭാഷ ലഭിച്ചവർ എത്ര പേരുണ്ട്? അന്യഭാഷ ലഭിച്ച ഒരു ചെറിയ വാക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും അത് മൗനമായി വെച്ചുകൊണ്ടിരിക്കരുത്. അന്യഭാഷ എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്ന ഭാഷയാണ്. ഹല്ലേലൂയ. ലോകക്കാർക്ക് ആ ഭാഷ അറിയില്ല. സംസാരിക്കുന്ന നമുക്ക് തന്നെ നമ്മളെ തന്നെ ശോധന കഴിക്കാതിരുന്ന പലപ്പോഴും ഈ ഭാഷ മനസ്സിലാവില്ല. അത് മറ്റുള്ളവർക്കൊക്കെ പലർക്കും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ്. ഹല്ലേലൂയ. സാത്താന മണ്ഡലങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ് അന്യഭാഷ. അതേപോലെ ലോകക്കാർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ് അന്യഭാഷ. ഈ അന്യഭാഷ നമ്മൾ പറയുന്നത് ദൈവവും നമ്മളുമായിട്ടുള്ള സംസാരമാണ്. നിങ്ങൾക്ക് പിതാവായ ദൈവത്തോട് സംസാരിക്കാൻ തന്നിരിക്കുന്ന ഭാഷയാണ് അന്യഭാഷ. അതൊരു ചെറിയ വാക്കായിരിക്കാം, ചെറിയ ശബ്ദ ചലനങ്ങളായിരിക്കാം. നിങ്ങളത് മടിയൊന്നും വിചാരിക്കാം. നിങ്ങൾ നന്നായി വാ തുറന്ന് പറയണം. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ഉണ്ടാക്കാത്ത രീതിയിൽ പറയണം. സഭയ്ക്കകത്തൊക്കെ വന്നിരുമ്പോൾ നന്നായി ആരാധിക്കണം. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് ഭവനത്തിനകത്തായിരുന്ന് നന്നായി കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ. ആ അന്യഭാഷ നിങ്ങൾ എത്രത്തോളം പറഞ്ഞു വരുന്നു, അപ്പോൾ പുതിയ ഭാഷകളായി, പുതിയ വ്യാഖ്യാനങ്ങളായി, കൃപാവരങ്ങൾ ജ്വലിക്കുന്നതായി മാറുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ലഭിച്ചിട്ടും അന്യഭാഷ ലഭിക്കാത്ത വ്യക്തികൾ ഈ നാളുകൾ സ്തോത്രമെന്ന അധരയാഗത്തോടെ ദൈവത്തെ ആരാധിക്കണം. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക, എന്നാൽ നിന്നെ നിറയ്ക്കാമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ വന്ന ആരാധനാ സമയത്തൊക്കെ മൗനമായിരിക്കാതെ വായ് തുറന്ന് വിസ്താരത്തിൽ തുറന്ന് സ്തോത്രമെന്ന അധരയാഗം ആർക്ക് കൊടുക്കണം? കർത്താവിന് കൊടുക്കണം. അങ്ങനെ സ്തോത്രമെന്ന അധരയാഗം നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നാവിൻ്റെ സ്വഭാവം മാറി നിങ്ങൾക്കറിയാത്ത പുതിയ വാക്കുകളോ പുതിയ ശബ്ദങ്ങളോ ഉച്ചാരണമായി നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ പൂർണ്ണമായും അങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങി എല്ലാ ദിവസവും സഭയ്ക്കകത്ത് വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി വരണം. കർത്താവേ, എനിക്ക് ഇന്നൊരു പുതിയ ഭാഷ നൽകണം. ഭാഷ ഉള്ളവരും എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? പുതിയ ഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ച് വരുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ ഭാഷ കിട്ടും. ആ ഭാഷ അതായത് സ്വർഗത്തിലെ പിതാവായ ദൈവവുമായുള്ള സംസാരമാണ്. അത് കിട്ടിയവർക്കായി ഭാഗ്യം. അവരെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. കിട്ടാത്തവർ ഈ നാളുകൾ പ്രാർത്ഥിച്ചത് നേടണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവർക്കും ഒരേപോലെ ദൈവം ഭാഷ കൊടുക്കും. പക്ഷേ ഓരോരുത്തരെയും കൊടുക്കുന്ന ഭാഷയിൽ വ്യത്യാസം ഉണ്ടാകും. നിങ്ങൾക്ക് ഒരാൾക്ക് കിട്ടിയ ഭാഷ തന്നെ മറ്റൊരാൾക്ക് കിട്ടണമെന്ന് ഇല്ല. നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് കിട്ടിയ കുറച്ച് വാക്കുകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആ വാക്ക് പറഞ്ഞു വരുമ്പോഴാണ് കൂടുതൽ വാക്കിലേക്ക് പോകുന്നത്. നിങ്ങളെ കുടുംബക്കാർ, തൊട്ടടുത്തിരിക്കുന്ന വ്യക്തികൾക്കെല്ലാം ആ ഭാഷ അറിയാം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഭാഷ നിങ്ങൾ സംസാരിക്കരുത്. കാരണം അവനും പിതാവുമായുള്ള ദൈവവുമായി സംസാരിക്കാനാണ് കർത്താവ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പുതിയൊരു ഭാഷ കർത്താവ് തരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങൾ പുതിയ അന്യഭാഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അന്യഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മേൽ അന്യഭാഷ വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്യഭാഷ നിങ്ങളുടെ മേൽ വരും. ആ അന്യഭാഷ നിങ്ങൾ സ്വീകരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്യഭാഷ സ്വീകരിക്കുവാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ട വായി തുറന്ന് ദൈവത്തെ സ്തുതിക്കണം. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, കൃത്യം ആരാധന സമയത്ത് വന്ന് നന്നായി കരമടിച്ച്, നിങ്ങൾക്കറിയാവുന്ന പാട്ടാണെങ്കിൽ വാ തുറന്ന് പാടി, അറിഞ്ഞുകൂടാത്ത പാട്ടാണെങ്കിൽ അതിനോടൊപ്പം സ്തോത്രമെന്ന അധരയാഗത്തോടെ വായ തുറന്ന് നിങ്ങൾ സ്തുതിക്കണം. ഹല്ലേലൂയ. അങ്ങനെ സ്തുതിച്ച് ജാഗരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഇനി ഈ പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുവാൻ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് കാത്തിരിക്കണം. എത്രത്തോളം ദിവസം വേണമെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കണം. കർത്താവെ അങ്ങ് നിറയ്ക്കണം.
അങ്ങയുടെ സാന്നിധ്യത്താൽ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ സ്നാനം കഴിപ്പിച്ച് എന്നെ നിറച്ച് അങ്ങ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് കാത്തിരിക്കണം. മടുപ്പ് കാണിക്കരുത്. ഹല്ലേലൂയ. ഈ മടുപ്പ് കാണിക്കുമ്പോഴാണ് തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുടെ ഭാഷ അടിച്ചു മാറ്റിയെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ മടുപ്പ് കാണിക്കരുത്. ദൈവവുമായൊരു ബന്ധത്തിലേക്ക് നിങ്ങൾ വരിക. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധാത്മ സ്നാനം ലഭിക്കും. മൂന്നാമത്, പരിശുദ്ധാത്മ സ്നാനം യഥാർത്ഥമായി ലഭിക്കുവാൻ ഹൃദയം ഒരുക്കി കൊടുക്കണം. ഹല്ലേലൂയ. നമ്മുടെ കുറവുകളെ, കുറ്റങ്ങളെ, രഹസ്യ ജീവിതത്തെ, പരസ്യ ജീവിതത്തെ എല്ലാം മാറ്റി കർത്താവിൻ്റെ സന്നിധിയിൽ സറണ്ടർ ആവണം. എൻ്റെ കുറവ് ഇതാണെന്ന് എനിക്കറിയാം. ആ കുറവ് ദൈവസന്നിധിയിൽ കൊടുക്കണം. കർത്താവ്, ഞാൻ ഇങ്ങനെ കുറ്റക്കാരനാണ്, ഞാൻ ഇങ്ങനെയുള്ളവനാണ്, ഞാൻ ഇങ്ങനെയുള്ള വ്യക്തിയാണ്, ഈ സ്വഭാവത്തെ എനിക്ക് മാറ്റണം. ഈ മാറ്റി അങ്ങയുടെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഇറങ്ങണം. ആ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാക്കി എന്നെ മാറ്റണമെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുക്കണം. അങ്ങനെ കൊടുത്ത് നിങ്ങൾ സ്തോത്രത്തോടെ ജാഗരിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടും. പരിശുദ്ധാത്മ സ്നാനം അന്യഭാഷയിലാണ് ലഭിക്കുന്നതെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചവർ ഒന്നുകൂടെ കരമുയർത്തിയാട്ടെ. നന്നായിട്ട് കരമുയർക്കണം, ഒന്നും കണ്ടുകൂടാ. ഇത്രത്തോളം ആളുകൾക്ക് പരിശുദ്ധാത്മ സ്നാനം ഉണ്ടല്ലേ. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മ സ്നാനം ലഭിച്ച വ്യക്തികളുടെ രണ്ടാമത്തെ ഒരു പ്രത്യേകതയാണ് അവൻ ഫലം കായ്ക്കുന്ന വ്യക്തിയായി മാറും. ഈ കരമുയർത്തിയവർക്കെല്ലാം ആത്മീയ ഫലങ്ങളുണ്ടോ? കരമുയർത്തി ഇവിടെ കരമുയർത്തണം. ഇനി ഉയർത്തൂല. ഇവിടെ ഫ്രണ്ടിലൊക്കെ ആരൊക്കെ ഉയർത്തിയല്ലോ, കാണാമല്ലോ ഇപ്പം. ഹല്ലേലൂയ. ഒന്നുകൂടെ ഉയർത്തണം. ഈ ഫലം കായ്ക്കുന്നവരുടെ മേൽ എന്ത് വരണം? ആത്മാവിൻ്റെ ഫലം പുറത്തു വരണം. കാരണം നിങ്ങൾ നല്ല വൃക്ഷമായി മാറുകയാണ്. എന്തായി മാറുകയാണ്? നല്ലൊരു വൃക്ഷമായി, കർത്താവിന് കൈക്കിണങ്ങിയ ഒരു വൃക്ഷമായി മാറുകയാണ്. ആ വൃക്ഷം ഫലത്തിലൂടെ പുറത്തു കാണാൻ പറ്റൂ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിനകത്ത് പറയുന്നത് പോലെ, 5-ാം അധ്യായത്തിനകത്ത് അതിൻ്റെ 22-ാം വാക്യം പറയുന്നു, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല. ഹല്ലേലൂയ. ഇത്രയും 9 ഫലങ്ങൾ നിങ്ങളുടെ മേൽ വരണം. ഹല്ലേലൂയ. ഇതിനകത്ത് ഈ 9 ഫലവും നിങ്ങൾ വായിച്ച് പഠിക്കണം. പഠിച്ചിട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഇതിനകത്ത് കുറവുണ്ടെങ്കിൽ ആ ഫലത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് സ്നേഹമില്ല എങ്കിൽ, സ്നേഹം, ദൈവത്തോടും സ്നേഹം വേണം, നമുക്ക് തന്നെ സ്നേഹം വേണം. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന പലരോടും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്നേഹമില്ലാത്തവരുണ്ട് ഇതിനകത്ത്. ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സ്വരൂപത്തെ സൃഷ്ടിച്ച മനുഷ്യനാകുന്ന നമ്മെ സ്നേഹിക്കണം. നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി തീരണം. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ നാളുകൾ പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബ് ചാനലിനകത്തുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. രണ്ടാമത് സന്തോഷം. എന്ത് ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ മുന്നേ ഉള്ള ഒരു സന്തോഷമുണ്ട്. അത് ലോകം തരുന്ന സന്തോഷമല്ല, ദൈവം തരുന്ന സന്തോഷമാണ്. ദൈവമായി നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും നിങ്ങളുടെ മുഖത്ത് നിന്ന് ആ സന്തോഷം മാറുകയില്ല. ഈ സന്തോഷത്തെ തട്ടിപ്പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. മൂന്നാമത് സമാധാനം. അത് ലോകം തരാത്ത സമാധാനമാണ്. മറ്റുള്ളവരെല്ലാം നിങ്ങൾ തകർന്നുവെന്ന് പറയുമ്പോഴും, എല്ലാവരും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴും, എല്ലാവരും ഭയപ്പെട്ട് നിൽക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ സമാധാനം ഉണ്ടാകും. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. ഈ സമാധാനം മറ്റൊരു കാര്യത്തിലുണ്ടാകും കേട്ടോ. നമ്മുടെ ഒരു അവസ്ഥയിൽ നമുക്കൊരു വലിയ പ്രാർത്ഥനാ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഉള്ളിൽ ഒരു സമാധാനം വരികയാണെങ്കിൽ അത് ദൈവം ഏറ്റെടുത്തതിൻ്റെ ഒരു എന്താ പറയുക, പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗത്തിൽ അത് ഏറ്റെടുത്തതായിട്ടാണ് കരുതേണ്ടത്. അങ്ങനെ സമാധാനം എന്ന് പറഞ്ഞാൽ 2-3 തരത്തിലുണ്ട്. അതുപോലെ സമാധാനം നിങ്ങളുടെ മേലുണ്ടാകും. മൂന്നാമത് ദീർഘക്ഷമ. ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് സഫറിങ്. അത് യഥാർത്ഥത്തിൽ കർത്താവ് ചെയ്തതാണ് ലോങ് ലാസ്റ്റിംഗ് സഫറിങ്. അതുപോലെ ആകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. തന്നെ കൊല്ലുവാനായി കൊണ്ടുപോകുന്ന സമയത്തും, തന്നെ ക്രൂശിൽ തറയ്ക്കുന്ന സമയത്തും, തന്നെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്ന സമയത്തും കർത്താവ് തിരിഞ്ഞ് പിതാവായ ദൈവത്തോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയാകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ആട്ടിനെ പോലെ, അല്ലെങ്കിൽ രോമം കത്തിരിക്കുവാൻ കൊണ്ടുപോകുന്ന ആടിൻ കുഞ്ഞിനെ പോലെ നിന്നുകൊടുത്തു എന്നാണ് പറയുന്നത്. അതാണ് ലോങ് ലാസ്റ്റിംഗ് സഫറിങ്. നിങ്ങൾക്കെതിരെ ഒരു വ്യക്തി എഴുന്നേൽക്കുമ്പോൾ, ഒരു ദേശം എഴുന്നേൽക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബക്കാരോ ചാർച്ചക്കാരോ ബന്ധുക്കൾ എഴുന്നേൽക്കുമ്പോൾ മറ്റുള്ള ജനങ്ങൾ പ്രതികരിക്കുന്നത് പോലെ നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഫലമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ.
അപ്പോൾ ആ ഫലം നിങ്ങളുടെ മുന്നിൽ കായ്ക്കുവാൻ, അല്ലെങ്കിൽ ആ ഫലം പുറത്തു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അടുത്തത് ദയ, അടുത്തത് പരോപകാരം, അതിനടുത്തത് വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം കൂടെ പറയാം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും ജയിക്കുവാനുള്ള കൃപ ദൈവം തരും. നമുക്ക് കാണുവാനുള്ളത് മാത്രം നമ്മൾ കാണും, അതായത് ദൈവത്തിന് ആഗ്രഹമുള്ളത് മാത്രം നമ്മൾ കാണും, ദൈവത്തിന് ആഗ്രഹമുള്ളത് മാത്രം നമ്മൾ കേൾക്കും, ദൈവത്തിന് ആഗ്രഹമുള്ളത് മാത്രം നമ്മൾ സംസാരിക്കും. അങ്ങനെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ മാറ്റുവാൻ കർത്താവ് ഇന്ദ്രിയജയം നൽകും. ഹല്ലേലൂയ. ഈ 9 കൃപാവരങ്ങളെയും കുറിച്ച് കർത്താവ് നിങ്ങളെ പഠിപ്പിക്കട്ടെ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അതിനകത്ത് വെളിപ്പെടട്ടെ. അപ്പോൾ ആ പരിശുദ്ധാത്മ സ്നാനം ഒരു വ്യക്തിക്ക് ലഭിക്കുമ്പോൾ അവന് ലഭിക്കുന്ന 2 കാര്യങ്ങളാണ്. 1 അന്യഭാഷ, 2 ഫലം. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുടെ കരങ്ങൾ കൊടുത്തിട്ട് പറ, നീ ഈ നാളുകൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം പ്രാപിക്കണം, നല്ല ഫലമുള്ളവനായി തീരണം. അപ്പോൾ ദൈവത്തിന് നീ പ്രയോജനമുള്ളവനായി മാറും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാ സ്നാനം ലഭിച്ചാൽ ഈ 2 അടയാളങ്ങളും നമ്മുടെ മേൽ ഉണ്ടാകും. ആയതുപോലെ പരിശുദ്ധാത്മാ സ്നാനം ലഭിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാ സ്നാനം പ്രാപിക്കുവാൻ എങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ 1 മാനസാന്തരം നമ്മൾ നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. 2ാമത്തത് വിശ്വാസ സ്നാനം സ്വീകരിക്കണം, അതും ഇതിനകത്ത് ഇപ്പോൾ സംസാരിച്ചു. 3 അനുസരണം. ഹല്ലേലൂയ. വിശ്വാസ സ്നാനം സ്വീകരിക്കണമെന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യം പറഞ്ഞു പോവാം. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളകത്ത്, അതാണ് ഞാൻ നേരത്തെ വായിച്ച് പറയാൻ ശ്രമിച്ചത്. പൗലോസ് അപ്പോസ്തലൻ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു എന്ന് കാണുവാൻ കഴിയും. ആ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിന് മുന്നേ പൗലോസ് അപ്പോസ്തലൻ ഒരു ശുശ്രൂഷയ്ക്ക് കടന്നു പോകുന്ന സമയത്ത് അവിടെ കുറച്ച് ശിഷ്യന്മാരെ കാണുകയും അവരോട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല എന്ന് പറഞ്ഞ സമയത്ത് അവർ യേശുവിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് സ്നാനമാണ് സ്വീകരിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, യോഹന്നാനിലുള്ള സ്നാനം. ഹല്ലേലൂയ. യോഹന്നാനിലുള്ള സ്നാനം സ്വീകരിച്ചു എന്ന് പറഞ്ഞ വ്യക്തികളോട് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം സ്വീകരിപ്പിനെന്ന് പറഞ്ഞു. അവർക്ക് സ്നാനം കൊടുക്കുവാനുള്ള വഴിയൊരുക്കി. അതിനുശേഷം അദ്ദേഹം തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഹല്ലേലൂയ. അവർ ഒരിക്കൽ ഒരു സ്നാനം ഏറ്റവരാണ്, 2ാമത് വീണ്ടും ഒരു സ്നാനത്തിന് വേണ്ടി ഒരുക്കേണ്ടി വന്നു. യോഹന്നാൻ സ്നാനമെടുത്ത വ്യക്തികളെ വീണ്ടും എന്ത് ചെയ്തു? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് പ്രകാരം സ്നാനമെടുത്തു. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കൽ സ്നാനമെടുത്തു. എവിടെ നിന്ന്? പാരമ്പര്യ സ്നാനമെടുത്ത വ്യക്തികളായിരിക്കും ഇതിനകത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തികളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നാനമെടുത്ത് കാണും. നിങ്ങൾ ആ സ്നാനത്തിൽ മുഴുകെ പിടിച്ചുകൊണ്ടിരിക്കരുത്. യഥാർത്ഥ തിരുവചനം അനുസരിച്ച് മുഴുകൽ സ്നാനമാണ് യഥാർത്ഥ സ്നാനം. യേശു എന്ത് മാതൃക നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു ആ മാതൃകയിലേക്ക് നിങ്ങൾ പോകണം. ഇനി 3, പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ലഭിക്കുവാൻ എന്ത് വേണം? അനുസരണം വേണം. ദൈവത്തെ അനുസരിക്കുന്നവർക്ക് നൽകിയ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യം. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് പറഞ്ഞു. അതിനകത്ത് ഒരു വലിയ സംഭവം നടക്കുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ വിവരിക്കുന്നില്ല. ആ സംഭവത്തിനകത്ത് മറുപടി പറയുന്ന സമയത്ത് പറയുന്നതാണ്, ഇത് പരിശുദ്ധാത്മാവ്, അതായത് വിശ്വസിക്കുന്നവർക്ക് തന്ന പരിശുദ്ധാത്മാവ് പറയുന്ന സാക്ഷിയാകുന്നുവെന്ന് പറയുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. നിങ്ങൾ പരിശുദ്ധാത്മാവുണ്ടെന്നും കർത്താവുണ്ടെന്നും വിശ്വസിച്ചാൽ ഉറപ്പായും ഈ നാളുകളിൽ നിങ്ങളെ പരിശുദ്ധാത്മ സ്നാനത്തിലേക്ക് കർത്താവ് നടത്തും. നിങ്ങൾ പുതുഭാഷകളിൽ സംസാരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്ത് ചില വ്യക്തികൾക്ക് അത് അനുഭവം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് പരിശുദ്ധാത്മ സ്നാനം ലഭിക്കാൻ വിശ്വാസവും ദാഹവും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അനുസരണം ഉണ്ടായിരിക്കണം, വിശ്വാസവും ദാഹവും ഉണ്ടായിരിക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം 37-38 വാക്യത്തിനകത്ത്, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എല്ലാവരും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ദാഹിക്കുന്നവൻ മാത്രമേ ദൈവസന്നിധിയിൽ പോകൂ. നിനക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ദാഹമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ഇനിയും അധികമായി വേണമെന്ന് ദാഹമുണ്ടെങ്കിൽ നീ ആരുടെ അടുക്കൽ പോകും?
കർത്താവിൻ്റെ അടുക്കലേക്ക് പോകും. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ നിറയ്ക്കുവാൻ പ്രാർത്ഥിക്കും. ആ പരിശുദ്ധാത്മാവിനാൽ കൂടുതൽ നടക്കുവാൻ നീ ശ്രമിക്കും. ഹല്ലേലൂയ. ഇതിനകത്ത് മാനസാന്തരപ്പെട്ട് സ്നാനമെടുത്ത ശേഷം ഇതുവരും അഭിഷേകം അല്ലെങ്കിൽ പരിശുദ്ധമായ സ്നാനം ലഭിക്കാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഈ നാളുകൾ പൂർണ്ണമായും ദൈവത്തിന് വിട്ടുകൊടുക്കണം. നിങ്ങളുടെ കുറവുകളെ മാറ്റണം, നിങ്ങളുടെ തെറ്റുകളെ മാറ്റണം, നിങ്ങളുടെ രഹസ്യ ജീവിതത്തെ മാറ്റണം. യേശുവിനോടൊപ്പം ചേർന്ന് ജീവിക്കുവാൻ നിങ്ങളായിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മ സ്നാനം നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ പരിശുദ്ധാത്മ സ്നാനം നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഈ സഭ പൂർണ്ണമായും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ള സഭയായി തീരട്ടെ. അപ്പോൾ അങ്ങനെ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെങ്കിൽ ദാഹം വേണം. അതേപോലെ ആ ദാഹമുള്ളവർ തന്നെ എന്ത് ചെയ്യണം? വിശ്വസിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടത് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്തിൽ പ്രാപിപ്പാൻ തന്നെ. അതായത് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്തിൽ നമ്മൾ പ്രാപിക്കണം. എന്തിനു വേണ്ടി? അബ്രഹാമിന് കിട്ടിയ എല്ലാ നന്മകളും, അബ്രഹാമിന് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും ജാതീയനായ എൻ്റെ മേൽ വരുവാൻ അഭിഷേകം പ്രാപിച്ചാൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ മാത്രമേ അബ്രഹാമിൻ്റെ അനുഗ്രഹ പ്രകാരം നാം പുത്രന്മാരായി തീരുകയുള്ളൂ. നാം പുതിയ നിയമ ഇസ്രായേലായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം? അബ്രഹാമിൻ്റെ പുത്രന്മാരായി തീരണമെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം നമുക്ക് ലഭിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പരിശുദ്ധാത്മാ സ്നാനം ലഭിക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം, അനുസരിക്കണം, പ്രാർത്ഥിക്കണം. ഇത് അടുത്ത് പ്രാർത്ഥിക്കുന്ന കാര്യം ഞാൻ പറയാം. അതിനു മുന്നേ ഇതെല്ലാം ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അതേപോലെ ഇതിനകത്തുള്ള ആരാധനയ്ക്ക് കൃത്യമായി വന്ന് പങ്കാളിയാകണം. അതേപോലെ ആരാധന സമയത്ത് പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ കൊതിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഴുമെന്നോ, നിങ്ങൾ തറയിലിരിക്കുമെന്നോ, നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ ശരീരത്തിൽ വീഴുമെന്നോ ഒരു പേടിയിലും നിങ്ങൾ നിൽക്കരുത്. ഹല്ലേലൂയ. കാരണം നമ്മളെ ബുദ്ധി വെച്ച് നമ്മൾ ആരാധിച്ചു കൊണ്ടിരുന്ന നമ്മൾ ചിലവർ ആരാധിക്കുന്നത് കാണാൻ കഴിയും. ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ കൈ അടിച്ചടിച്ച് നിൽക്കും. എന്നിട്ട് എന്തായിരിക്കും ചിന്തിക്കുന്നത്? ഇപ്പോൾ ആ പാസ്റ്റർ ഇറങ്ങി വരും. അതിന് ഉദാഹരണമാണ് ഇതിനകത്ത് ഞാൻ ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നവരൊക്കെ കുറേ പേര് ബാക്കിലോട്ട് അങ്ങ് ഓടിപ്പോവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ അവർ ബുദ്ധിയിൽ ആരാധിക്കുന്നതാണ്. ബുദ്ധിയിൽ ആരാധിച്ചാൽ എന്ത് ചെയ്യില്ല? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരികയല്ല. നിങ്ങളുടെ ബുദ്ധിയെ പൂർണ്ണമായും ദൈവസന്നിധിയിൽ കൊടുക്കണം. ദൈവത്തോട് പറയണം, പരിശുദ്ധാത്മാവിനാൽ എന്നെ ഫില്ലാക്കാൻ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ആരാധന മധ്യ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടണ്ടേ? ഹല്ലേലൂയ. ഇതുവരെ നിങ്ങൾ നിറയാത്ത രീതിയിൽ നിറയണം. നിങ്ങൾ ആഗ്രഹിച്ചാലേ നിറയാൻ പറ്റൂ കേട്ടോ. എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കങ്ങനെ നിങ്ങളെ ഫില്ല് ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയ. കർത്താവ് അങ്ങനെ ഒരു ഗിഫ്റ്റ് ആർക്കും കൊടുത്തിട്ടില്ല. പരിശുദ്ധാത്മ സ്നാനം കർത്താവ് ഡയറക്റ്റാണ് കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഒരു അപ്പോസ്തലൻ അല്ലെങ്കിൽ ഒരു അഭിഷിക്തൻ തൊടുമ്പോൾ പ്രവർത്തിക്കുമായിരിക്കാം, പക്ഷേ കർത്താവ് ഡയറക്റ്റ് കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറെടുക്കുവാൻ എനിക്ക് യോഗ്യതയില്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം കഴിപ്പിക്കും. പരിശുദ്ധാത്മാവിനാലും, പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത നിറവാണ് അഗ്നി. ആഗസ്റ്റ് മാസം കോൺഫറൻസിലൊക്കെ ക്ലിയറായിട്ട് പഠിപ്പിക്കും. അപ്പോൾ അഗ്നിയുടെ അഭിഷേകത്താലും വ്യക്തികളെ നിറയ്പ്പിക്കുന്നത് പരിശുദ്ധാത്മാവാം ദൈവമാണ്, കർത്താവാണ്. ഹല്ലേലൂയ. അപ്പോൾ അത് നിങ്ങളങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കരുത്. ഇന്ന് പൂർണ്ണമായും പ്രാപിക്കണം. അടുത്ത് പ്രാർത്ഥനയും യാചനയും. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ആരോട് യാചിക്കണം പരിശുദ്ധാത്മാവിന് ലഭിക്കാൻ? പിതാവായ ദൈവത്തോട് യാചിക്കണം. ഹല്ലേലൂയ. എന്ത് യാചിക്കണം? കർത്താവേ, എനിക്ക് നിറവായി എൻ്റെ മേൽ പരിശുദ്ധാത്മാവിനെ തരാൻ വേണ്ടി യാചിക്കണം. പരിശുദ്ധാത്മാവിനെ കിട്ടിയവർ ഇനിയും അളവ് കൂട്ടുവാൻ വേണ്ടി യാചിക്കണം. അന്യഭാഷ കിട്ടിയവർ പുതിയ ഭാഷ കിട്ടാൻ വേണ്ടി യാചിക്കണം, പ്രാർത്ഥിക്കണം. ആവശ്യബോധത്തോടെ മറുപടി ലഭിക്കുന്നതുവരെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് വേണ്ടി എത്രത്തോളം നിങ്ങൾക്ക് യാചിക്കാൻ പറ്റുമോ, എത്രത്തോളം പ്രാർത്ഥിക്കാൻ പറ്റുമോ, എത്രത്തോളം ദൈവസന്നിധി നിൽക്കുവാൻ പറ്റുമോ അത്രത്തോളം നിന്ന് തന്നെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അളവ് നിങ്ങളുടെ മേൽ കൂടും. ഇനി 6 ദാഹം. യശയാപ്രവചൻ്റെ പുസ്തകം 44-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം പറയുന്നു, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതി മേലും എൻ്റെ ആത്മാവിനെ പകരും. നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തിനെയും പകരും. അതായത് ദാഹിക്കുന്നവന് മാത്രമേ പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയുള്ളൂ.
ദാഹിച്ചിരിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവിനെ പിതാവായ ദൈവം അയക്കും. ഹല്ലേലൂയ. ആ ദാഹം തീരുന്നത് വരെ നിങ്ങൾക്ക് കുടിക്കുവാനുള്ള കൃപ നൽകും. ഇനി വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം പറയുന്നു, വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. അതായത് ദാഹിക്കുന്നവൻ വരട്ടെ എന്ന് പറഞ്ഞാൽ ദാഹമുള്ളവൻ മാത്രമേ പിതാവിൻ്റെ അടുക്കൽ പോകാൻ പറ്റൂ. നിങ്ങൾക്ക് ദാഹമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളെ നിറയ്ക്കും. ഹല്ലേലൂയ. നിങ്ങളെ പൂർണ്ണമായും കർത്താവ് നിറയ്ക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഇച്ഛിക്കുന്നവൻ ജീവജല നദി സൗജന്യമായി വാങ്ങി കുടിക്കും. നിങ്ങൾ പൂർണ്ണമായും ജീവജല നദിയാൽ നിറഞ്ഞ് ഒഴുകുമ്പോൾ നിങ്ങളുടെ ദേശത്തിനകത്തുള്ളവർ കർത്താവിൻ്റെ രക്ഷയിലേക്ക് വരും. നിങ്ങളുടെ മേൽ ജീവനും ജീവൻ്റെ അധികവും ഉത്ഭവിക്കും. എവിടെയൊക്കെ ജീവജല നദിയെക്കുറിച്ച് തിരുവചനം പഠിപ്പിക്കുന്നു അതിൻ്റെ കരയിൽ എന്തുണ്ട്? ജീവനുണ്ട്, ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ ഉണ്ട്. ആ ജീവജലത്തിനകത്ത് നല്ല മത്സ്യങ്ങളുണ്ട്. അതായത് ജീവൻ ഉത്ഭവിക്കുന്ന സ്ഥലമാണ് ജീവജല നദി. നിൻ്റെ ഉള്ളം നിറഞ്ഞ് കവിയുവാൻ പരിശുദ്ധാത്മാവിനാൽ കവിയുവാനും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് നീ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ വേണ്ടി ആ ദാഹത്തോടെ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ അടുക്കലേക്ക് പോകണം. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കണം. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.